ബിലാലിന്റെ സൈന്യം വഴിയിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. ഷഹൻഷാ, എനിക്ക് അങ്ങയോട് ഒരു കാര്യം പറയാനുണ്ട്. അഥവാ അങ്ങ് അനുവാദം നൽകുകയാണെങ്കിൽ അങ്ങയുടെ നിക്കാഹ് കഴിഞ്ഞ ഈ ശുഭ അവസരത്തെ ആഘോഷമാക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് സംഗീതവും മറ്റു കാര്യങ്ങളുമായിരുന്നാൽ എല്ലാവർക്കും വിശ്രമവും ലഭിക്കും, ആഘോഷവും നടക്കും. ബീഗം ജോധ എവിടെ? നാം കേട്ടിട്ടുണ്ട് നമ്മുടെ ബീഗം ജോധ വലിയ കലാകാരിയാണെന്ന്. അവൾക്ക് വേഗം അറിയിപ്പ് നൽകുക. നമ്മുടെ നിക്കാഹിന്റെ ആഘോഷം ആഗ്രയിൽ വെച്ച് നടത്താനായില്ല. പക്ഷെ ഈ ശുഭാവസരത്തിൽ ഒരു ഷഹൻഷായുടെ ബീഗത്തിന്റെ മാധുര്യമുള്ള ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. മീവാഡിലെ ആന്തരികമായ രാജനീതിയുടെ സാഹചര്യങ്ങൾ അപ്രതീക്ഷിതമായി മാറുകയായിരുന്നു. റാണ ഉദയ് സിംഗ് തന്റെ മൂത്ത പുത്രനായ കുമാരൻ പ്രതാപിന് തന്റെ രാജ്യാധികാരം നൽകിയിരുന്നില്ല. എന്നാൽ റാണ പ്രതാപ് സിംഹാസനത്തിന് പുറത്തായിട്ടും അധികാരമൊന്നും ലഭിച്ചില്ലെങ്കിലും മുഗളന്മാർക്കെതിരായി തന്റെ ദേശഭക്തിയുടെ അലകൾ ഉയർത്തിക്കൊണ്ടിരുന്നു. കുമാരൻ പ്രതാപ് വിജയിക്കട്ടെ, ഒരു ബന്ദിയെ കൊണ്ടുവരാൻ അനുവദിച്ചാലും. ഇയാളെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണ്? കുമാരൻ സുജാമൽ അമീറിനെതിരായി മുഗളന്മാരോടൊപ്പം നിന്നു കുമാര. അവിടെ ചുറ്റിത്തിരിയുന്നതിനിടയിലാണ് പിടിക്കപ്പെട്ടത്. അയാളെ വെറുതെ വിടൂ. മുഗളന്മാരോടൊപ്പം കൈകോർക്കുന്ന ദേശദ്രോഹികളെ മേവാറിൽ സ്വാഗതം ചെയ്യാറില്ല, പകരം വധിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ നാം നിന്നെ വെറുതെ വിടുന്നു. പൊയ്ക്കോളൂ. പക്ഷെ ഇനി ഒരിക്കലും നമ്മുടെ അതിര് കടന്നു വരാൻ പാടില്ല. വധിക്കുന്നത് നിങ്ങളുടെ പാരമ്പര്യമാണെങ്കിൽ പിന്നെ നമ്മെ എന്തിനു വെറുതെ വിടണം? നിങ്ങളെ വധിച്ചാൽ അത് നിങ്ങളോട് കാണിക്കുന്ന ദയയായി മാറും. മരണത്തോടെ എല്ലാം ഇല്ലാതാകുന്നു. സുജാമൽ എന്ന ദേശദ്രോഹി കാരണം ആമീറിന്റെ രാജകുമാരിക്ക് ഒരു മുഗളനെ വിവാഹം ചെയ്യേണ്ടി വന്നു എന്നത് വിസ്മരിക്കപ്പെടാം. നിങ്ങൾ ജീവിച്ചിരിക്കുന്നതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. നിങ്ങളുടെ അന്ത്യം വരെ നിങ്ങൾ ഇത് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ കാരണമാണ് ഞങ്ങൾ രജപുത്രന്മാർക്ക് ഞങ്ങളുടെ ശിരസ് താഴ്ത്തേണ്ടി വന്നത്. നിങ്ങൾ കാരണമാണ് നമ്മുടെ മണ്ണ് കളങ്കപ്പെട്ടത്. പ്രജകളുടെ പുലമ്പൽ നിങ്ങളുടെ ചെവികളെ അസ്വസ്ഥമാക്കും. അവരുടെ ദൃഷ്ടി നിങ്ങളുടെ മനസ്സിനെ ഛേദിക്കും. ഈ ദേശദ്രോഹിയുടെ പാദം പതിഞ്ഞതോടെ ഈ സ്ഥലം അപവിത്രമായി തീർന്നിരിക്കുന്നു. ഇയാളുടെ പാദം പതിഞ്ഞിടം നശിപ്പിച്ചു കളയുക. ഈ സ്ഥലം നോക്കൂ സുജാമൽ. എപ്രകാരമാണോ ഇത് നശിപ്പിക്കപ്പെട്ടത്, അപ്രകാരം ഇത് പഴയതുപോലെയാക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ പ്രവൃത്തിയും ഇതുപോലെ തന്നെയായിരുന്നു. അത് തിരുത്താൻ ഒരു ചരിത്രത്തിനും സമയത്തിനും സാധിക്കില്ല. ആമീറിലെ ജീവിതം വീണ്ടും പഴയതുപോലെയായി തീരും. അവിടുത്തെ ജനങ്ങൾ അവരുടെ മോശ സമയത്തെ മറക്കുന്നതായിരിക്കും. എന്നാൽ രണ്ട് വ്യക്തികൾ എപ്പോഴും അത് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്ന് രാജകുമാരി ജോധ, ആമീറിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ ബലി കൊടുത്തവൾ. രണ്ടാമത്തെയാൾ നിങ്ങൾ. അയാൾ രാജ്യമോഹത്താൽ ആമീറിനെ തന്നെ മുഗളന്മാരുടെ കൈകളിലേക്ക് നൽകി. ആദ്യമായി ഇങ്ങനെ സംഭവിക്കുന്നത്, ഷെൻഷായെ ഇത്തരത്തിൽ അപമാനിക്കുന്നത്. അതെ, അതും നിക്കാഹ് കഴിഞ്ഞതിന്റെ ആദ്യ രാത്രിയിൽ തന്നെ. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല ഷഹൻഷാ. രഹസ്യമായി പറഞ്ഞത് ഇതാണ്, മഹാമംഗ ഇതുവരെ വരാത്തത് എന്താണെന്ന്. ഇത്രയും സമയം കാത്തിരിക്കേണ്ടി വരുന്നത് നല്ലതല്ല. എല്ലാ കാര്യങ്ങൾക്കും പരിധിയുണ്ടല്ലോ പ്രഭു. കിണർ എത്രമാത്രം ആഴത്തിലാണോ, ജലമാത്രയും മാധുര്യമുള്ളതായി തീരും ഷറഫുദ്ദീൻ.
ഷെൻഷായ്ക്ക് ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വന്നു. അതിന് ക്ഷമ ചോദിക്കുന്നു. ജോധ ബീഗം വരാൻ പോകുന്നില്ല. എന്നുവെച്ചാൽ ബീഗം വരുന്നില്ലെന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. നമ്മുടെ കാത്തിരിപ്പ് വെറുതെ ആകില്ല. എവിടെ അവൾ? സ്വന്തം കിടപ്പറയിൽ. സ്വന്തം കിടപ്പറയിൽ? അതെ, ബീഗം ജോധയ്ക്ക് വളരെ നിർബന്ധമായിരുന്നു അവൾക്ക് പ്രത്യേകം കിടപ്പറ വേണമെന്ന്. ഇരുളുന്നു സന്ധ്യാംബരം, തെളിയുന്നു താരാഗണം, വ്യാമോഹ കനലിൻ പൂവുകൾ കരളിന്റെ മൺവീണയിൽ ശ്രുതി മീട്ടി പാടാമെന്റെ കഥനത്തിൽ നീറും കവിതകൾ. നാം കുറച്ചു സമയം മുമ്പ് നിന്നോട് സംസാരിക്കുന്നതിനായി അവിടേക്ക് വിളിപ്പിച്ചിരുന്നു. പക്ഷെ നീ വന്നില്ല. നീ ചെയ്തത് ഒട്ടും തന്നെ ശരിയായില്ല. നാം വിളിച്ചപ്പോൾ നീ വരേണ്ടതായിരുന്നു. എന്തോ ഒന്നും പറയാതിരിക്കുന്നത്. കുറച്ചു മുമ്പ് ഹോമത്തിന് മുമ്പിൽ വെച്ച് അവിടുന്ന് എന്തെല്ലാം പറഞ്ഞു, എത്ര വലിയ വലിയ വാക്കുകൾ നൽകി. എല്ലാ കാര്യങ്ങളും അവിടുന്ന് സമ്മതിച്ചതാണ്. ഒരു ഭാര്യയുടെ എല്ലാ കടമയും അവിടുന്ന് നിറവേറ്റുമെന്ന്. എന്താ ഇപ്പോൾ അവിടുന്ന് പറഞ്ഞതെല്ലാം കാറ്റിൽ പറത്തിയോ? നമുക്ക് നാം നൽകിയ വാക്കുകൾ നന്നായി ഓർമ്മയുണ്ട്. ഇതും ഓർമ്മയുണ്ട്, അങ്ങ് നമ്മുടെ ഭർത്താവായി കഴിഞ്ഞിരിക്കുന്നുവെന്ന്. എന്നാൽ ഒരുപക്ഷെ അങ്ങ് മറന്നുപോയിട്ടുണ്ടാകും, നാം അങ്ങയുടെ ഭാര്യയായാണ് ഇവിടെ എത്തിയിരിക്കുന്നത്, മറ്റാരുമായിട്ടല്ല. ഒരു ഭാര്യയെ ദാസിയായി കാണാൻ പാടില്ല. പിന്നെ അവളിൽ ബലപ്രയോഗം നടത്താനുള്ള അധികാരവും അദ്ദേഹത്തിനില്ല. നമ്മുടെ സപ്തപതി വചനത്തിലും അങ്ങേക്ക് നമ്മിൽ ഇങ്ങനെ ബലം പ്രയോഗിക്കാനുള്ള അധികാരവും നൽകുന്നില്ല. ഏതൊരു ഭർത്താവിനും അയാളുടെ അധികാരങ്ങളെക്കാൾ അധികമായി അയാളുടെ ഭാര്യയുടെ മാനവും അഭിമാനവുമാണ് വലുത്. അതിമനോഹരം. നാം ഇവിടെ അവിടുന്നിനടുത്ത് വന്നത് നമ്മുടെ പരിഭവമായാണ്. എന്നാൽ അവിടുന്ന് നാം കുറ്റവാളിയാണെന്ന് തെളിയിച്ചു. ഇപ്പോൾ അവിടുത്തെ കണ്ണുകളിൽ നമ്മോടുള്ള ദേഷ്യം നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് എന്താ പ്രയോജനം? നമുക്കതിൽ പരാതിയേയില്ല. നമുക്കിഷ്ടമാണ്. ഈ ദേഷ്യം അവിടുന്ന് സൗന്ദര്യം വർദ്ധിക്കുന്നതേ ഉള്ളൂ. അവിടുത്തേക്ക് സ്വന്തം സംരക്ഷണത്തിനായി ആയുധത്തിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം നാം ഉള്ളപ്പോൾ അവിടത്തേക്ക് ഒന്നിനെക്കുറിച്ചും ഭയമുണ്ടാകാൻ പാടില്ല. ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അവിടുന്ന് എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കാനായി നാം ഇവിടെ ജീവനോടെ ഉണ്ട്. എന്നാൽ നമ്മിൽ നിന്നും അവിടുന്ന് രക്ഷിക്കാൻ ആരും തന്നെയില്ല.
എന്റെ പടച്ചോനെ, ഷെഹൻഷായുടെ കയ്യിൽ മുറിവോ? എനിക്ക് തോന്നുന്നു ജോധാ ബീഗം ഷെഹൻഷായെ ആക്രമിച്ചെന്ന്. എന്നിട്ട് ഷെഹൻഷാ പകരം ഒന്നും തന്നെ ചെയ്തില്ലെന്നോ? പുഞ്ചിരിച്ചുകൊണ്ടാണല്ലോ പുറത്തേക്ക് വന്നത്. ചിലപ്പോഴൊക്കെ ഷെഹൻഷായുടെ ചെയ്തികൾ മനസ്സിലാക്കാവുന്നതിനപ്പുറമാണ്. എല്ലാ പെൺകുട്ടികൾക്കും ഒരു ദിവസം അവരുടെ ഭർത്തൃവീട്ടിലേക്ക് പോകേണ്ടതായി വരും. അതുതന്നെയാണ് പാരമ്പര്യം. ഈ മുറിയിലേക്കൊന്ന് നോക്കൂ അമ്മേ. എല്ലാം പഴയതുപോലെ തന്നെയുണ്ട്. പക്ഷേ ജീവൻ മാത്രമില്ല ഇവിടെ. ജ്യോതയില്ലാത്തതുകൊണ്ട് ഇവിടെ എല്ലാം ശൂന്യമായി തോന്നുന്നു. എത്ര നിർജീവമാണിവിടെ അമ്മേ. ഇതാലോചിക്കുമ്പോ മനസ്സിൽ വല്ലാത്ത വേദന തോന്നുന്നു. നമ്മുടെ പുത്രി അവിടെ മുഗളന്മാരുടെ അടുത്ത് ഒറ്റയ്ക്കാണ്. എങ്ങനെയാ ഒറ്റയ്ക്കാകുക മേനാവതി? അവളുടെ കണ്ണൻ ഇന്ന് അവളോടൊപ്പമുണ്ട്. ഞാനിത് പറയാനാ വന്നത്. ആ കണ്ണന്റെ മറ്റൊരു മൂർത്തി വിധിപ്രകാരം സ്ഥാപിച്ചിട്ടുണ്ട്. കണ്ണന്റെ മറ്റൊരു മൂർത്തിയെ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും അമ്മേ. പക്ഷേ നമുക്ക് മറ്റൊരു ജ്യോതി എങ്ങനെ കൊണ്ടുവരാനാകും? അവൾ ഭജനം ആലപിച്ചിരുന്ന ആ ഇമ്പമേറിയ സ്വരം അതെങ്ങനെ കൊണ്ടുവരാനാകും? ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുകയാണ്.
ജോധാ ബീഗം അവിടുന്ന് ഷെഹൻഷായുടെ അടുത്താണ് ഇരിക്കേണ്ടത്. അതാണ് ഞങ്ങളുടെ രീതി. ഷെൻഷാ, അവിടെ നിന്ന് സഹായിച്ചാലും കർത്തവ്യമാണെന്ന് വിചാരിച്ചായാലും ശരി,